സിനിമകളിലും നാടകത്തിലുമെല്ലാം അഭിനയിച്ച് തന്റെ കഴിവ് തെളിയിച്ച താരമാണ് ലക്ഷ്മി സനൽ. കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ലക്ഷ്മി. നിരവധി പരമ്പരകളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ലക്ഷ്മി അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ വേറിട്ട അഭിനയ ശൈലി കൊണ്ട് കയ്യടി നേടിയ നടി സേതുലക്ഷ്മിയുടെ മകൾ കൂടിയാണ് ലക്ഷ്മി. ആട് 2 പോലെയുള്ള സിനിമകളിൽ മിന്നും പ്രകടനമാണ് സേതുലക്ഷ്മി കാഴ്ചവെച്ചിരുന്നത്. ഇപ്പോഴത്തെ ലക്ഷ്മിയും അമ്മ സേതുലക്ഷ്മിയും ഒരുമിച്ചെത്തുകയാണ്. ഫ്ലവേഴ്സ് ചാനലിലെ 1 കോടി എന്ന പരിപാടിയിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. ലക്ഷ്മി മത്സരാർത്ഥിയായി എത്തിയപ്പോൾ സേതുലക്ഷ്മി അമ്മ കൂട്ടായാണ് ഷോയിലെത്തിയത്. തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് പരിപാടിയിൽ ലക്ഷ്മി മനസ്സു തുറക്കുന്നുണ്ട്. പരിപാടിയുടെ പ്രൊമോ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. തന്റെ വിവാഹത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ ലക്ഷ്മി മനസ്സു തുറക്കുന്നു. ജീവിതത്തെ തന്നെ വെറുക്കുകയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തതിനെക്കുറിച്ചും ഷോയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. തനിക്ക് ആരുമില്ല, ഒറ്റയ്ക്കായി എന്നാണ് പ്രൊമോ വീഡിയോയിൽ ലക്ഷ്മി പറയുന്നത്. സ്റ്റേജിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, സങ്കടമായി എന്നും പറയുന്നു. താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നും പറയുന്നു. ജീവിതം തന്നെ വെറുത്തുപോയ നിമിഷമായിരുന്നു എന്നാണ് പറയുന്നത്. മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ എന്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് പ്രൊമോയിൽ ലക്ഷ്മി പറയുന്നില്ല. താരത്തെ ആത്മഹത്യ പോലൊരു കഠിനമായ തീരുമാനത്തിലേക്ക് എത്തിച്ചതിന്റെ കാരണമറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. അതേസമയം അതേ പ്രൊമോ വീഡിയോയിൽ തന്നെ സേതുലക്ഷ്മി അമ്മയും കരഞ്ഞ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും കരയും ആരും കാണാതെ എന്നാണ് സേതുലക്ഷ്മി അമ്മ പറയുന്നത്. പരിപാടിയുടെ മറ്റ് പ്രൊമോ വീഡിയോകളും ആരാധകരുടെ ശ്രദ്ധ നേടുന്നുണ്ട്. തന്റെ വിവാഹത്തെക്കുറിച്ചും താരം മനസ്സ് തുറക്കുന്നുണ്ട്. പ്രായം കുറഞ്ഞയാളെ വിവാഹം കഴിച്ചതിനെ കുറിച്ചാണ് ലക്ഷ്മി പറയുന്നത്. സൗദിക്കാരനായിരുന്നു. എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. ചേട്ടനാണ് പറഞ്ഞത് എൻ്റെ ബോസിന് ഒരു മലയാളിയെ കല്യാണം കഴിക്കണമെന്ന്. 7 വയസ്സ് വ്യത്യാസമുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത്. പിന്നാലെ പ്രൊമോയിൽ പഴയ കാലത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. വാടകയ്ക്ക് താമസിക്കുകയാണ്, വീടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. തന്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ലക്ഷ്മി സംസാരിക്കുന്നതും കാണാം. കുട്ടിക്കാലത്ത് സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അധ്യാപിക സഹായിച്ചതിനെക്കുറിച്ചും പറയുന്നു. വസ്ത്രം വാങ്ങാൻ ടീച്ചർ പണം തരുമായിരുന്നു. ടീച്ചർക്ക് 3 പെൺമക്കളാണ്. ടീച്ചർ എനിക്ക് മക്കളുടെ വസ്ത്രങ്ങളും പേനയും ബുക്കും മാലയും ഒക്കെ തരുമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിന്റെ ബാക്കിലായിരുന്നു അവരുടെ വീടെന്നും പറയുന്നു. നിരവധി ഹിറ്റ് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ലക്ഷ്മി. ഏഷ്യാനെറ്റിലെ അമ്മ, സൂര്യയിലെ കടമറ്റത്ത് കത്തനാർ, മഴവിൽ മനോരമയിലെ പട്ടുസാരി, ചക്രവാകം, പെൺമനസ്, ദേവി മഹാത്മ്യം, സ്വാമി അയ്യപ്പൻ തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചാണ് ലക്ഷ്മി മലയാളികളുടെ കയ്യടി നേടുന്നത്. അച്ഛനും അമ്മയും നാടക അഭിനേതാക്കളായിരുന്നതിനാൽ ആ പാത ലക്ഷ്മിയും പിന്തുടരുകയായിരുന്നു. 1 കോടിയിൽ ലക്ഷ്മിയോടൊപ്പം അമ്മ സേതുലക്ഷ്മിയും മക്കളും പങ്കെടുക്കാനെത്തുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഹൗ ഓൾഡ് ആർ യു എന്നീ ചിത്രങ്ങളിലെ സേതുലക്ഷ്മി അമ്മയുടെ പ്രകടനം മലയാളികൾ മറക്കാനിടയില്ല.